എടോ, ഈ വാക്കുണ്ടല്ലോ പ്രോമിസ്, അത് ഭയങ്കര കൊടുക്കുന്ന ആൾക്കുടെ കയ്യിൽ നല്ല ശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വീകരിക്കുന്ന ആൾക്കും ആ ഹോപ്പിൽ, ആ പ്രതീക്ഷയിൽ ഇരിക്കുന്ന ആൾക്കും ഒരുപാട് ശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സാഹചര്യങ്ങളോടെ ഞാനും ഇപ്പോഴും കടന്നുപോയി, ഇതിനു മുമ്പും കടന്നു പോയിട്ടുണ്ട്, നിങ്ങളും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ ഒരു അറ്റ്ലി കുമാർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഫിലിം മേക്കറുണ്ട്, ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള. അദ്ദേഹം ഒരു ടി വി ഷോയിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കഥ, ഒരു സ്റ്റോറി എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആയ ഒരു സ്റ്റോറിയാണ്. എനിക്കത് എൻ്റെ ലൈഫിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ, എനിക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റിയ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. കഥ ഇങ്ങനെയാണ്: ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരായ വ്യക്തി, അയാൾക്ക് സഹായം വേണം. അയാൾ കോരിച്ചെറിയുന്ന മഴയത്ത് രാത്രി സമയത്ത് തണുപ്പെല്ലാം കൊണ്ട് ഒരു പണക്കാരനായ വ്യക്തിയുടെ വീടിന് പുറത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ പണക്കാരനായ വ്യക്തി വരുന്നു, അയാളുടെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആ മഴയത്ത് വരുമ്പോൾ ഈ വ്യക്തിയെ കാണുന്നു, എന്താണെന്ന് ചോദിക്കുന്നു, സഹായം വേണമെന്ന് കരുതി. അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ മഴയത്ത് കാറ്റും കൊണ്ട് ബുദ്ധിമുട്ടി വിട്ടിരിക്കേണ്ട, ഞാൻ അകത്ത് പോയിട്ട് ഒരു കമ്പിളി പുതപ്പ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ഒരു വാക്ക് കൊടുക്കുന്നു. വെറും സഹായ പ്രതീക്ഷയിലിരുന്ന, ഒരു സ്നേഹത്തിൻ്റെ പ്രതീക്ഷയിൽ മാത്രം ഇരുന്ന ആ വ്യക്തിക്ക് കമ്പിളിപ്പുതപ്പ് എന്ന വാക്കും അധികം കൊടുത്ത് ആ വ്യക്തി അകത്തേക്ക് പോകുന്നു. കമ്പിളിപ്പുതപ്പ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ കുട്ടികളും അയാളുടെ ഭാര്യയും അയാളുടെ വീട്ടുകാരും അയാളെ പ്രതീക്ഷിച്ച്, രാത്രി സമയമല്ലേ, ജോലി കഴിഞ്ഞ് അയാളെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ വ്യക്തിയെ, ആ പാവപ്പെട്ട വ്യക്തിയെ മറന്നുപോയി. അകത്തേക്ക് ചെല്ലുന്നു, രാത്രി സമയമാണ്, ചാപ്പാട് കഴിക്കുന്നു, ഇവരൊത്ത് കളിച്ച് ചിരിച്ച് സംസാരിച്ച് ആസ്വദിച്ചതിന് ശേഷം ഇയാൾ കിടന്നുറങ്ങുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഇയാൾ ഈ പാവപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നു, കൊടുത്ത വാക്കിനെക്കുറിച്ച് ഓർക്കുന്നു, ഇയാളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പ്രതീക്ഷയെക്കുറിച്ച് ഓർക്കുന്നു. പെട്ടെന്ന് അൽമാരി ചെല്ലുന്നു, കമ്പിളിപ്പുതപ്പ് എടുക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ആംബുലൻസും കുറച്ച് ആൾക്കാരും കൂടി നിൽക്കുന്നു. എന്താണ് കാര്യം? ഇനി ആക്സിഡൻറ്റ് വല്ലതും നടന്നു, എന്താണ് സംഭവം? ചെന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി മരിച്ചു കിടക്കുകയാണ്. ചോദിക്കുമ്പോൾ ഈ വ്യക്തി രാത്രി മുഴുവനും ഇവിടെ മഴയും നനഞ്ഞ് തണുപ്പും കൊണ്ട് വിറങ്ങലിച്ച് ഒരു നിസ്സഹായ അവസ്ഥയിൽ കിടക്കുമായിരുന്നു. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് അനക്കമില്ല, ഒന്നുമില്ല. നോക്കിയപ്പോൾ ശ്വാസമില്ല, ജീവനില്ല. അപ്പോൾ ആ പണക്കാരനായ വ്യക്തിയുടെ മനസ്സിലുണ്ടായ വിഷമം, ആ പാവപ്പെട്ട വ്യക്തി ആ പണക്കാരനായ വ്യക്തിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടപ്പോൾ, അത് ഒരു ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോയപ്പോൾ അയാൾക്കുണ്ടായ വേദന, അതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് പറയുന്നത്. ഇതിനെ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമുക്ക് നമ്മുടെ സമയമായിക്കോട്ടെ, നമ്മുടെ സ്നേഹമായിക്കോട്ടെ, നമ്മുടെ സാന്നിധ്യമായിക്കോട്ടെ, എന്തും നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി ആയിക്കോട്ടെ, ഇമ്പോർട്ടൻസ്, അല്ല ട്രസ്റ്റ്, ലോയൽറ്റി, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, എന്തുമായാലും നമ്മൾ ഒരാളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ അപ്പം തന്നെ നോ പറയുക, അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു വാക്ക് അപ്പം തന്നെ പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോവാം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അയാൾ ചെയ്തു പോലെ, ഞാൻ ഇപ്പോൾ പോയി കമ്പിളിപ്പുതപ്പ് എടുത്തിട്ട് വരാം. കൊടുത്തിരുന്നെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ, മഴ കൊള്ളാതെ തണുപ്പ് കൊള്ളാതെ എങ്ങനെയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു പോയേനെ.